നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. ഓണത്തോടനുബന്ധിച്ച് അന്യസംസ്ഥാനത്തു നിന്നും കേരളത്തിലേക്ക് എത്തുന്ന ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ വാളയാർ ചെക്ക് പോസ്റ്റിൽ പരിശോധനാ കേന്ദ്രം ആരംഭിച്ചു. നടപടി ഗുരുതര രോഗങ്ങൾക്ക് കാരണമാകുന്ന രാസപദാർത്ഥങ്ങൾ കലർന്ന ഭക്ഷ്യവസ്തുക്കൾ കേരളത്തിലേക്ക് എത്തുന്നുണ്ടെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തുന്നത് പാലക്കാട് ജില്ലാ ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ ഷൺമുഖന്റെ നേതൃത്വത്തിൽ. പട്ടാമ്പിയിൽ പുഴയോര പാർക്ക് നിർമ്മാണം രണ്ടാം ഘട്ടത്തിലേക്ക്. നവംബർ മാസത്തിൽ നിർമ്മാണം പൂർത്തിയാക്കി ജനങ്ങൾക്ക് തുറന്നുകൊടുക്കും. പാർക്ക് നിർമ്മാണം MLA ഫണ്ട് ഉപയോഗിച്ച്. രണ്ടാം ഘട്ട പ്രവൃത്തികൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി MLAയും ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരും പാർക്ക് സന്ദർശിച്ചു. യെച്ചൂരി ഓർമ്മകളിൽ മുഴുകി കോട്ടായിയിലെ CPM പ്രവർത്തകർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് K. രാധാകൃഷ്ണൻ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് കോട്ടായിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചരണം ഉദ്ഘാടനം ചെയ്ത് യെച്ചൂരി പ്രസംഗിച്ചത് ഇപ്പോഴും ആവേശത്തോടെയോർത്ത് കോട്ടായിയിലെ CPM പ്രവർത്തകർ. വാർത്തകൾ വിശദമായി. അന്യസംസ്ഥാനത്തു നിന്നും കേരളത്തിലേക്ക് എത്തുന്ന ഭക്ഷ്യവസ്തുക്കൾ പരിശോധിക്കാനായി വാളയാർ ചെക്ക് പോസ്റ്റിൽ പരിശോധനാ കേന്ദ്രം ആരംഭിച്ചു. ഓണക്കാലത്തോടനുബന്ധിച്ചുള്ള പരിശോധനയുടെ ഭാഗമായാണ് പരിശോധനാ കേന്ദ്രം വാളയാർ ചെക്ക് പോസ്റ്റിൽ ആരംഭിച്ചത്. വാളയാർ വഴി കടന്നുവരുന്ന പാൽ, പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ എന്നിവയുടെ ഗുണനിലവാരമാണ് പരിശോധിക്കുന്നത്. ഓണക്കാലത്ത് ആവശ്യക്കാരേറിയതോടെ വ്യാജമായതും ഗുരുതര രോഗങ്ങൾക്ക് കാരണമാവുന്ന രാസപദാർത്ഥങ്ങൾ കലർന്നതുമായ ഭക്ഷ്യവസ്തുക്കൾ കേരളത്തിലെത്തുന്നത് പതിവാണ്. ഇത് തടയുന്നതിന്റെ ഭാഗമായാണ് പാലക്കാട് ജില്ലാ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ വാളയാർ ചെക്ക് പോസ്റ്റിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സ്ക്വാഡ് വർക്കുകൾ ശക്തമായ പരിശോധന തുടരുന്നത്. സ്റ്റാറ്റ്യൂട്ടറി സാമ്പിളുകൾ, സർവൈലൻസ് സാമ്പിളുകൾ എന്നിവ ശേഖരിച്ച് എറണാകുളം അനലിറ്റിക്കൽ ലാബിലേക്ക് അയച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കും. പാലക്കാട് ജില്ലാ ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ ഷൺമുഖന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പട്ടാമ്പി ഭാരതപ്പുഴയോരത്ത് ചേർന്നുള്ള പാർക്ക് രണ്ടാം ഘട്ട പ്രവർത്തനങ്ങളും പൂർത്തിയാക്കി നവംബർ മാസത്തിൽ സന്ദർശകർക്കായി തുറന്നുകൊടുക്കും. രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതിന് മുന്നോടിയായി മുഹമ്മദ് മുഹസിൻ MLAയും ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരും പാർക്ക് സന്ദർശിച്ചു. പൊതുജനങ്ങൾക്ക് ഒഴിവു സമയങ്ങൾ ചെലവഴിക്കുന്നതിനും പ്രഭാത സായാഹ്നങ്ങളിൽ ഉല്ലസിക്കാനും വേണ്ടിയാണ് പട്ടാമ്പിയിൽ ഭാരതപ്പുഴയോരത്ത് പാർക്ക് നിർമ്മിക്കുന്നത്. നമ്പ്രം റോഡിൽ നിന്ന് ഗുരുവായൂർ ക്ഷേത്രം വരെ പുഴയോട് ചേർന്നുള്ള സ്ഥലത്താണ് പാർക്ക് നിർമ്മാണം. കനത്ത മഴയിൽ ഭാരതപ്പുഴയിൽ വെള്ളം ഉയർന്നപ്പോൾ പാർക്കിൽ വെള്ളം കയറിയതോടെ പ്രവൃത്തികൾ നിലച്ചു. ഇനിയും വെള്ളം കയറാൻ സാധ്യതയുള്ളതിനാൽ മഴയ്ക്ക് ശേഷം മാത്രമേ ബാക്കി പ്രവൃത്തികൾ ആരംഭിക്കുകയുള്ളൂ. നിലവിൽ പാർക്കിലെ പുല്ലും ചളിയും നീക്കാൻ തുടങ്ങി. രണ്ടാം ഘട്ട പ്രവൃത്തിയുടെ ഭാഗമായി മുഹമ്മദ് മുഹസിൻ MLAയും ഇറിഗേഷൻ വകുപ്പിലെ ഉദ്യോഗസ്ഥരും പാർക്ക് സന്ദർശിച്ചു. ബാക്കിയുള്ള പ്രവൃത്തികൾ നവംബർ മാസം അവസാനത്തോടെ കൂടി പൂർത്തിയാകുമെന്ന് മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. ഈ സാഹചര്യത്തിൽ കനത്ത മഴയും ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാലും അത് പ്രാവർത്തികമാക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് മഴ കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായിരുന്നാലും ഇപ്പോൾ മഴ ഏതാണ്ട് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ കനത്ത മഴ ഇപ്പോഴും ഇടയ്ക്കൊക്കെ പെയ്യുന്നുണ്ട്. അപ്പോൾ അത് കഴിയുമ്പോഴേക്കും അത് പൂർത്തീകരിക്കും, എന്നിട്ട് തുറന്നു കൊടുക്കുക എന്നാണ് കരുതുന്നത്. ഇപ്പോൾ വെള്ളം കയറി അത്യാവശ്യം ചളിയും ഒക്കെ ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ അത് ക്ലീൻ ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ നഗരസഭയും അതുപോലെ തന്നെ ഇറിഗേഷൻ വകുപ്പും ചേർന്നുകൊണ്ട് ചെയ്യും. അതിനുവേണ്ടി നഗരസഭയോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പട്ടാമ്പിയിൽ ഈ പാർക്ക് മാത്രമല്ല, 18 ഏക്കറോളം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അപ്പുറത്ത് നമ്മുടെ കൃഷി വകുപ്പിൻ്റെ സ്ഥലമുണ്ട്, സെൻട്രൽ ഓർച്ചാർഡ്. അത് നവീകരിച്ചുകൊണ്ട് മനോഹരമായിട്ടുള്ള ഫാം ടൂറിസത്തിന് കൂടിയുള്ള സാധ്യത കൂടി ഉണ്ടാക്കുകയാണ്. പട്ടാമ്പിയിൽ പരമാവധി വിവിധ വർണ്ണങ്ങളിലുള്ള ഗ്രില്ലുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തിയും നടപ്പാത കവാട നിർമ്മാണവും പൂർത്തിയായി. മുഹമ്മദ് മുഹസിൻ MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 90 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ആദ്യഘട്ട പ്രവൃത്തികൾ നടത്തിയത്. അലങ്കാര ലൈറ്റ് സ്ഥാപിക്കൽ, മരങ്ങൾ വെച്ചുപിടിപ്പിക്കൽ, കുട്ടികളുടെ പാർക്ക്, ഓപ്പൺ ജിം, ആംഫി തിയേറ്റർ എന്നിവയാണ് പാർക്കിൽ സജ്ജമാക്കാൻ ലക്ഷ്യമിടുന്നത്. MLA ഫണ്ടിൽ നിന്നും പൂർണ്ണമായും തുക ചിലവഴിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന പാർക്ക് എന്ന പ്രത്യേകതയും പദ്ധതിക്കുണ്ട്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ വിയോഗ വാർത്തയറിയുമ്പോൾ യെച്ചൂരിയെ അവസാനമായി കണ്ട ഓർമ്മകളിലാണ് കോട്ടായിയിലെ CPM പ്രവർത്തകർ. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂർ പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി K. രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായാണ് യെച്ചൂരി കോട്ടായിയിൽ എത്തിയത്. CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ അവസാനമായി കണ്ട ഓർമ്മകളിലാണ് കോട്ടായി മേഖലയിലെ പാർട്ടി പ്രവർത്തകർ. ആലത്തൂർ പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി K. രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പൊതുസമ്മേളനത്തിൽ ഉദ്ഘാടകനായി എത്തിയതായിരുന്നു യെച്ചൂരി. K. രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിലെ ആൾക്കൂട്ടം സന്തോഷം പകരുന്നതാണെന്നും രാധാകൃഷ്ണൻ ജയിച്ച MP സത്യപ്രതിജ്ഞയ്ക്കു ശേഷം അദ്ദേഹത്തിന് നൽകുന്ന സ്വീകരണത്തിൽ ഇതിനേക്കാൾ കൂടുതൽ ജനങ്ങൾ തടിച്ചുകൂടണമെന്നും അദ്ദേഹം പറഞ്ഞത് ഇന്നും ഇവിടുത്തെ അണികൾ ആവേശത്തോടുകൂടി ഓർക്കുന്നു.
പാർട്ടിയുടെയും രാജ്യത്തിന്റെയും കാവലാളായിരുന്നു സീതാറാം യെച്ചൂരിയെന്നും അദ്ദേഹത്തിന്റെ മരണം നികത്താനാവാത്ത നഷ്ടമാണെന്നും CPM കോട്ടായി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KP രവീന്ദ്രനും KSSPU കോട്ടായി യൂണിറ്റ് പ്രസിഡന്റ് C വാസു മാസ്റ്ററും പറഞ്ഞു. കേരളത്തിനും അദ്ദേഹത്തിന്റെ സേവനങ്ങൾ ഒരിക്കലും മറക്കാൻ കഴിയില്ല. സീതാറാം യെച്ചൂരിയെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പത്ര ദൃശ്യമാധ്യമങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷത്തിന് തീർത്താനാവാത്ത വിടവാണ് ഇതിലൂടെ ഉണ്ടായിരിക്കുന്നത്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് മാത്രമല്ല മറ്റ് പുരോഗമന പ്രസ്ഥാനങ്ങൾക്കും അദ്ദേഹം ഒരു വഴികാട്ടിയാണ്. മതേതര കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യയിലെമ്പാടും പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സദാമാണ്. ന്യൂസ് ബ്യൂറോ കോട്ടായി. കർഷകർക്ക് ആശ്വാസമായി കോട്ടായി അയ്യംകുളത്തെ സ്വാശ്രയ കർഷക വിപണി. ദിവസേന ടൺ കണക്കിന് കാർഷിക ഉൽപ്പന്നങ്ങളാണ് ലേലത്തിനായി ഇവിടെ എത്തുന്നത്. പഴം, പച്ചക്കറി എന്നുവേണ്ട എന്ത് വിളയിച്ചെടുത്താലും ഇനി വിപണി തേടി അലയണ്ട. കോട്ടായി അയ്യംകുളത്തെ സ്വാശ്രയ കർഷക വിപണിയിൽ എത്തിച്ചാൽ മതി, കൃത്യമായ വില കിട്ടും. പതിറ്റാണ്ടുകളായി കോട്ടായി പഞ്ചായത്തിലെ അയ്യംകുളത്ത് പ്രവർത്തിക്കുന്ന VFPCKയുടെ കർഷക വിപണിയും സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കർഷക വിപണിയുമാണ് കർഷകർക്ക് താങ്ങായി പ്രവർത്തിക്കുന്നത്. ഓരോ പ്രദേശങ്ങളിൽ നിന്നും കർഷകർ അവരുടെ ഉൽപ്പന്നങ്ങൾ എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക് മുൻപ് വിപണിയിലെത്തിക്കും. വിപണി അധികൃതർ തൂക്കം ഉറപ്പാക്കി ലേലത്തിന് വയ്ക്കും. ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും കച്ചവടക്കാർ ലേലം വിളിച്ചെടുക്കാനായി കൃത്യസമയത്ത് എത്തിയിട്ടുണ്ടാകും. ലേലത്തുകയിൽ ചെറിയൊരു സംഖ്യ കമ്മീഷൻ എടുത്ത് ബാക്കി തുക കർഷകന് തന്നെ നൽകും. കർഷകർ എത്തിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ കൂട്ടത്തിൽ പച്ചക്കറി, കിഴങ്ങ് വർഗ്ഗങ്ങൾ, കായക്കുലകൾ, നാളികേരം, നാടൻ കോഴികൾ തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങൾ ഉണ്ടാകും. ദിവസേന ടൺ കണക്കിന് പച്ചക്കറികളാണ് ഇവിടെ ലേലത്തിന് എത്തിക്കാറുള്ളത്. രാവിലെ ലേലം തുടങ്ങിയാൽ പിന്നെ ലേലം അവസാനിക്കുന്നത് വരെ അയ്യംകുളം ജംഗ്ഷനിൽ കച്ചവടക്കാരുടെയും വാഹനങ്ങളുടെയും വൻ തിരക്കായിരിക്കും. ദൂരസ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വരുന്നുണ്ടോ? ദൂരസ്ഥലങ്ങളിൽ തന്നെ വരുന്നത്. പാലക്കാടിന്റെ എല്ലാ ഭാഗത്തും പഴയടക്കം തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് അടക്കം വരും. അതുപോലെ മറ്റേ പാലക്കാടിൻ്റെ മറ്റേ മുൻ ഡയറക്ടർ VFPC അതിലൂടെ വന്നു. അങ്ങനെ എല്ലാ ഭാഗത്തും ആൾക്കാരുണ്ട്. മേഖലയിലെ നിരവധി കുടുംബങ്ങളാണ് കർഷക വിപണിയെ ആശ്രയിച്ച് ജീവിക്കുന്നത്. മറ്റു പൊതുവിപണിയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ഉപഭോക്താക്കൾക്ക് മികച്ച സാധനങ്ങൾ നൽകാൻ സാധിക്കുന്നു എന്നതാണ് സ്വാശ്രയ കർഷക വിപണിയുടെ നേട്ടമെന്ന് അയ്യംകുളം സ്വാശ്രയ കർഷക വിപണി പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കോട്ടായി. ഷൊർണൂർ നഗരസഭ 5-ാം വാർഡ് കൗൺസിലർ രാധാ സുരേന്ദ്രന്റെയും BJP കൊളപ്പുള്ളി ഏരിയ പ്രസിഡന്റ് MK വിപിൻനാഥിന്റെയും നേതൃത്വത്തിൽ ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. BJP ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ് കൗൺസിലർ രാധാ സുരേന്ദ്രന് ആദ്യ ഓണക്കിറ്റ് നൽകിക്കൊണ്ട് വിതരണോദ്ഘാടനം നിർവഹിച്ചു. പ്രകൃതിയും മനുഷ്യനും എല്ലാവരും സന്തോഷിക്കുന്ന സമ്പന്നമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് യഥാർത്ഥത്തിൽ ഓണം എന്ന് പറയുന്നത്. അപ്പം അത് നമ്മുടെ എല്ലാ ആളുകളിലും എല്ലാ വീടുകളിലും ആ സന്തോഷം ഒപ്പം എത്തിക്കുക എന്നുള്ളത് നമ്മുടെ നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടെയുള്ള കിറ്റുകളാക്കി ഒരു സ്നേഹസമ്മാനം കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ നമ്മുടെ ആരാധ്യയായിട്ടുള്ള നമ്മുടെ കൗൺസിലർ, അതുപോലെ തന്നെ ഈ വാർഡിലെ മുഴുവൻ ആളുകളും, വിപിൻ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും ഇതിനു വേണ്ടിയിട്ടുള്ള വർഷങ്ങളായി ഇതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഷൊർണൂർ നഗരസഭയിലെ 5-ാം വാർഡിലെ മേൽമുറി പ്രദേശത്തെ 500ഓളം കുടുംബങ്ങൾക്കാണ് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തത്. BJP 5-ാം വാർഡ് കമ്മിറ്റി വനിതാ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് വിതരണം ചെയ്യുന്നതിനാവശ്യമായ കിറ്റുകൾ രാവിലെ മുതൽ തന്നെ സജ്ജീകരിച്ചു തുടങ്ങിയത്. പ്രദേശത്തെ മുഴുവൻ വീടുകളിലും നേരിട്ടെത്തിയാണ് പ്രവർത്തകർ കിറ്റുകൾ വിതരണം ചെയ്യുന്നതെന്ന് കൗൺസിലർ രാധാ സുരേന്ദ്രൻ പറഞ്ഞു. C വിനോദ്, നെബിൻ മോഹൻ, അനുഷാഗ്, സാംബശിവൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഓണത്തോടനുബന്ധിച്ച് ടിപ്പർ ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 100ഓളം കുടുംബങ്ങൾക്ക് സൗജന്യ ഓണക്കിറ്റ് വിതരണം ചെയ്തു. മുണ്ടൂരിൽ നടന്ന പരിപാടി രക്ഷാധികാരി V ലക്ഷ്മണൻ ഉദ്ഘാടനം ചെയ്തു. രീതിയിൽ വേണ്ട എന്ന് തീരുമാനിച്ചത് നമുക്കറിയാം. ഇന്ന് നമ്മുടെ കേരളത്തിലൊക്കെ തന്നെ വലിയ പ്രയാസം അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ്. സാമ്പത്തികപരമായി നമുക്ക് വലിയ പ്രതിസന്ധി നമ്മുടെ കേരള ഗവൺമെന്റിനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ക്ഷേമ പെൻഷനുകളൊക്കെ ഇപ്പോൾ 2 മാസത്തെ ഇപ്പോൾ വിതരണം ചെയ്യുന്നുണ്ട്. നേരത്തെ കുറച്ച് കൊടുക്കാനുണ്ട്. വലിയ ബുദ്ധിമുട്ടോട് കൂടിയിട്ടാണ് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നതെങ്കിലും
ഈ ഓണക്കാലത്ത് 2 മാസത്തെ ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കാണം വിറ്റും ഓണം ഉണ്ണണം എന്നുള്ള ആ തത്വം അംഗീകരിച്ചുകൊണ്ട് അല്ല ഇപ്പോൾ പോകുന്നത്. ഇപ്പോൾ അത്യാവശ്യം നമുക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഇന്നത്തെ കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ എല്ലാ വർഷവും ലോകത്തിലെ എല്ലാ ഇടങ്ങളിലുമുള്ള മലയാളികൾ ഓണം ആഘോഷിക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് സുരേഷ് മുണ്ടൂർ അധ്യക്ഷനായി. CS മുജീബുർ റഹ്മാൻ, CK ഭവദാസൻ, VM ഉണ്ണികൃഷ്ണൻ, KR സന്തോഷ്, TU സമദ്, കുമ്മൻ കൃഷ്ണദാസ്, NU സലാം, C സന്തോഷ്, MC രതീഷ്, PK സഹദേവൻ, ബ്ലോക്ക് മെമ്പർ നസീബ തുടങ്ങിയവർ സംസാരിച്ചു. ടിപ്പർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഒട്ടേറെ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. മുണ്ടൂരിൽ കാരുണ്യ പ്രവർത്തനങ്ങളിൽ മാതൃകയായി മാറിയിരിക്കുകയാണ് ഈ സംഘടന. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. എല്ലാവർക്കും നീന്തൽ പരിശീലനം എന്ന ലക്ഷ്യവുമായി മുഹമ്മദ് മുഹസിൻ MLAയുടെ നേതൃത്വത്തിൽ പട്ടാമ്പി മണ്ഡലത്തിൽ നടപ്പാക്കുന്ന ഓളം സമഗ്ര നീന്തൽ സാക്ഷരതാ പദ്ധതിയുടെ 2ാം ഘട്ടത്തിന് തുടക്കമായി. മുതുതല പഞ്ചായത്തിലെ കൊടുമുണ്ട മാടായിക്കുളത്തിലാണ് 2ാം ഘട്ട പരിശീലനത്തിന് തുടക്കമായത്. ജലാശയങ്ങളിൽ ഇനിയൊരു ജീവൻ പൊലിയാതിരിക്കാൻ ലക്ഷ്യമിട്ട് മുഹമ്മദ് മുഹസിൻ MLAയുടെ നേതൃത്വത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും സഹകരണത്തോടെയാണ് എല്ലാവർക്കും നീന്തൽ പരിശീലനം നൽകാൻ ഓളം എന്ന പേരിൽ സമഗ്ര നീന്തൽ സാക്ഷരതാ പദ്ധതി നടപ്പിലാക്കുന്നത്. മുതുതല പഞ്ചായത്തിലും പദ്ധതിക്ക് തുടക്കമായി. കൊടുമുണ്ട മാടായിക്കുളത്തിൽ ആരംഭിച്ച നീന്തൽ പരിശീലന പരിപാടി മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. ഈ കഴിഞ്ഞ ദിവസം പോലും നമ്മൾ ഈ പരിപാടി പ്ലാൻ ചെയ്ത ദിവസം പോലും ഒരു കുട്ടി മരണപ്പെട്ട ദിവസമാണ്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ പലപ്പോഴും പണ്ടത്തെ പോലെ നീന്താൻ ഉള്ള സാഹചര്യമില്ല. മാത്രമല്ല, നീന്തുകയാണെങ്കിൽ തന്നെ സുരക്ഷയെക്കുറിച്ച് പലരും ബോധവാന്മാരല്ല. നീന്തൽ അറിഞ്ഞാലും നീന്തൽ അറിഞ്ഞതുകൊണ്ട് എല്ലാം ആയി എന്ന് കരുതുന്നവരുമുണ്ട്. എന്നാൽ അങ്ങനെയല്ല. ജലത്തിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനുള്ള ചില കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. ആദ്യഘട്ടത്തിൽ പട്ടാമ്പി നഗരസഭയിലെ കൂടല്ലൂർ പെരിക്കാട്ടുകുളത്തിൽ പരിശീലനത്തിന് തുടക്കം കുറിച്ചിരുന്നു. ഇത്തരത്തിൽ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും പരിശീലന പരിപാടി ആരംഭിക്കാനാണ് ലക്ഷ്യം. പദ്ധതിയുടെ ഭാഗമായി ഓരോ പ്രദേശങ്ങളിലും 10 പേർക്ക് പരിശീലനം നൽകി നീന്തൽ വിദഗ്ധരെ വാർത്തെടുക്കാനും ഉദ്ദേശിക്കുന്നുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങൾ, ഫയർഫോഴ്സ്, ട്രോമ കെയർ, സിവിൽ ഡിഫൻസ്, നീന്തൽ പരിശീലകർ എന്നിവരുടെ സഹകരണത്തോടെയാണ് പരിശീലനം. ശനി ഞായർ ദിവസങ്ങളിലാണ് പരിശീലനം നടത്തുക. കൂടുതലും കുട്ടികളാണ് പരിശീലനത്തിനെത്തുന്നത്. ലൈഫ് ജാക്കറ്റ് ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങളെല്ലാം ഒരുക്കിയാണ് പരിശീലനം നൽകുന്നത്. അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ ഫയർഫോഴ്സ്, ആംബുലൻസ് എന്നിവയുടെ സേവനവും ഉറപ്പാക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. CBSE ക്ലസ്റ്റർ എക്സ് കൊഖോ ചാമ്പ്യൻഷിപ്പ് സെപ്റ്റംബർ 19-20 തീയതികളിൽ പാലക്കാട് കല്ലേക്കാട് വ്യാസ വിദ്യാപീഠത്തിൽ നടക്കും. 54 ടീമുകളിലായി 850ഓളം വിദ്യാർത്ഥികൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ പാലക്കാട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെ കായിക താരങ്ങളാണ് മത്സരത്തിൽ പങ്കെടുക്കുക. സെപ്റ്റംബർ 19 രാവിലെ 10 മണിക്ക് വ്യാസ വിദ്യാപീഠം പരിസരത്ത് ഉദ്ഘാടനം നടക്കും. നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, ഷാജി കെ തയ്യിൽ, ഭാസ്കരൻ മാസ്റ്റർ, CA രാജലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുക്കും. വിദ്യാർത്ഥികൾക്ക് വേണ്ടിവരുന്ന ഭക്ഷണം, താമസം, പരിശീലനം തുടങ്ങിയവയ്ക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ക്ലസ്റ്റർ തല മത്സരത്തിൽ വിജയിക്കുന്നവർ ദേശീയ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ യോഗ്യത നേടുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. സെപ്റ്റംബർ മാസം 19-20 തീയതികളിലായിട്ടാണ് ആ മീറ്റ് നടക്കുന്നത്. അതായത് തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ നിന്ന് ഏകദേശം 54 ടീം, CBSE സ്കൂളുകളിൽ 54 ടീമാണ് അതിൽ പങ്കെടുക്കുന്നത്. ഏകദേശം 850 സ്റ്റുഡൻസ് അതിലുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇനാഗ്രേഷൻ സെറിമണി 19-ാം തീയതി രാവിലെ 10 മണിക്ക് നമ്മുടെ വ്യാസവിദ്യാപീഠത്തിൽ വെച്ചിട്ട് നടക്കും. അതിൻ്റെ ചീഫ് ഗസ്റ്റ് നമ്മുടെ പാലക്കാട് മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി പ്രമീള ശശിധരനാണ്. അതിലെ ഫെലിസിറ്റേഷൻ സഹോദയ സ്കൂൾ കോംപ്ലക്സിൻ്റെ പ്രസിഡന്റ് ശ്രീ ഷാജി കെ തയ്യിൽ അദ്ദേഹം ഉണ്ടാവും. വാർത്താ സമ്മേളനത്തിൽ വ്യാസവിദ്യാപീഠം PRO P ബേബി, വൈസ് പ്രിൻസിപ്പാൾ AB രാമപ്രസാദ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സാധാരണ മനുഷ്യരുടെ വേർപാടിലാണ് നമ്മൾ ഈ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇങ്ങ് വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ ATM കൗണ്ടറിന് മുന്നിലും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള ബോർഡ് കാണാം. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ വെട്ടിക്കാട്ടിരി സെന്ററിൽ പ്രവർത്തിക്കുന്ന SBIയുടെ ATM കൗണ്ടറിന് മുന്നിലാണ് അവിടുത്തെ നാട്ടുകാർ മാസങ്ങളോളമായി ATM കൗണ്ടർ പ്രവർത്തനരഹിതമായതിൽ പ്രതിഷേധിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള ബോർഡ് സ്ഥാപിച്ചത്. ഓണക്കാലത്തോടടുത്തിട്ടും നിരവധി ആളുകളാണ് ഇവിടെ നിന്നും പണം പിൻവലിക്കാൻ സാധിക്കാതെ മടങ്ങുന്നത്.
പ്രദേശത്തെ എഞ്ചിനീയറിംഗ് കോളേജിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും എത്തുന്നവരും ആശ്രയിക്കുന്നത് ഇവിടെയുള്ള ATM കൗണ്ടറിനെയാണ്. ഇവിടെ നിന്ന് പണം പിൻവലിക്കാൻ സാധിക്കാത്തത് മൂലം അത്യാവശ്യക്കാർ സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും Paytm വഴി പണം ട്രാൻസ്ഫർ ചെയ്ത ശേഷം കൈപ്പറ്റേണ്ട അവസ്ഥയുമുണ്ട്. നിരവധി തവണ ഇത് കാണിച്ച് അധികൃതർക്ക് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും കൈക്കൊള്ളാത്തതിൽ പ്രതിഷേധിച്ചാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ATM കൗണ്ടറിന് മുന്നിൽ ആദരാഞ്ജലികൾ അറിയിച്ചുകൊണ്ടുള്ള ബോർഡ് സ്ഥാപിച്ചത്. എത്രയും വേഗം ഇവിടുത്തെ ATM കൗണ്ടർ പ്രവർത്തന സജ്ജമാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. SBI വെച്ചിട്ടുള്ള ATM കൗണ്ടർ ഞങ്ങൾക്ക് നാട്ടുകാർക്കും യാത്രക്കാർക്കും ഒരു ബാധ്യതയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. 3-4 മാസമായി ഇത് വർക്ക് ചെയ്തിട്ട്. ഇതിന് മുന്നേ ഒരു 5-8 മാസം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് പോലെ പരാതി ഇതൊക്കെ കൊടുത്തിട്ടാണ് ഒന്നും ശരിയായത്. ഒരു മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതാണ് അവസ്ഥ. ഇവിടെ ഒരുപാട് ഈ കോളേജിൽ വരുന്നവരും റെയിൽവേ സ്റ്റേഷനിൽ വരുന്ന യാത്രക്കാരൊക്കെ ഈ ATM കൗണ്ടറിനെ പ്രതീക്ഷിച്ച് വന്നാൽ അവർക്ക് ഇവിടുന്ന് ആളുകൾ കാശ് കയ്യിൽ നിന്ന് കൊടുത്ത് പിന്നെ പോകേണ്ട അവസ്ഥ വരെ ഉണ്ടാകുന്നുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ SBIയുടെ ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെടുകയും അവരുടെ ജീവനക്കാരുമായി ബന്ധപ്പെട്ട് ഇതിന്റെ കംപ്ലൈന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ദിവസം വന്നിട്ട് ഒന്ന് ക്ലിയർ ചെയ്യും. അത് ക്ലിയർ ചെയ്ത് അവർ പോയതിന്റെ തൊട്ട് പിന്നെ തന്നെ ഇത് വീണ്ടും ഇതുപോലെ തന്നെ കംപ്ലൈന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച രീതിയിൽ തന്നെ ഇത് നാട്ടുകാർക്ക് ഒരു ബാധ്യതയാണ്. നമുക്ക് ഇനിയിപ്പോ ഇതില് നിയറസ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കൂടുതൽ ATMs പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ATMനെ സമീപിക്കുക അല്ലാതെ ഇവിടെ വേറൊരു രക്ഷയില്ല. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ഓണത്തോടനുബന്ധിച്ച് അന്യസംസ്ഥാനത്തു നിന്നും കേരളത്തിലേക്ക് എത്തുന്ന ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ വാളയാർ ചെക്ക് പോസ്റ്റിൽ പരിശോധനാ കേന്ദ്രം ആരംഭിച്ചു. നടപടി ഗുരുതര രോഗങ്ങൾക്ക് കാരണമാകുന്ന രാസപദാർത്ഥങ്ങൾ കലർന്ന ഭക്ഷ്യവസ്തുക്കൾ കേരളത്തിലേക്ക് എത്തുന്നുണ്ടെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തുന്നത് പാലക്കാട് ജില്ലാ ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ ഷൺമുഖന്റെ നേതൃത്വത്തിൽ. പട്ടാമ്പിയിൽ പുഴയോര പാർക്ക് നിർമ്മാണം 2ാം ഘട്ടത്തിലേക്ക്. നവംബർ മാസത്തിൽ നിർമ്മാണം പൂർത്തിയാക്കി ജനങ്ങൾക്ക് തുറന്നുകൊടുക്കും. പാർക്ക് നിർമ്മാണം MLA ഫണ്ട് ഉപയോഗിച്ച്. 2ാം ഘട്ട പ്രവൃത്തികൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി MLAയും ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരും പാർക്ക് സന്ദർശിച്ചു. യെച്ചൂരി ഓർമ്മകളിൽ മുഴുകി കോട്ടായിയിലെ CPM പ്രവർത്തകർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് K. രാധാകൃഷ്ണൻ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് കോട്ടായിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചരണം ഉദ്ഘാടനം ചെയ്ത് യെച്ചൂരി പ്രസംഗിച്ചത് ഇപ്പോഴും ആവേശത്തോടെയോർത്ത് കോട്ടായിയിലെ CPM പ്രവർത്തകർ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.